ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു റസീന എന്ന് പറഞ്ഞിട്ട്. അത് അന്നേരം വന്ന കേസ് വേറെ എന്തോ ഇഷ്യൂ കൊണ്ടാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്ത് എന്നൊക്കെയാണ് വന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് ആ കുട്ടിക്ക് വേറൊരാളായിട്ട് അവിഹിതം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി അതിൽ മനംനൊന്നിട്ട് ആ കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു, അങ്ങനെയൊക്കെ ആയിട്ട് മനംനൊന്ന് സൂയിസൈഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസ്. ആ കുട്ടിയുടെ ഉമ്മ പുറത്ത് പറയുന്ന കാര്യം. അപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കുറേ പരനാറികളുണ്ട് ഓരോ പെണ്ണുങ്ങളെ പുറകെ നടന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതായത് ആ ആ പെൺകുട്ടി ചിലപ്പോൾ ഡിവേഴ്സിൻ്റെ വക്കീൽ നിന്നിട്ട് അത്രയും ബുദ്ധിമുട്ടി അത്രയും സ്ട്രഗിളിൽ നിൽക്കുന്ന ആളായിരിക്കും. അപ്പോൾ അവർ ജീവിതത്തിലേക്ക് ചെന്നിട്ട് ഞാൻ നിനക്ക് തണലാവും, അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞ് ചെന്ന് അവരിൽ നിന്ന് ആത്മാർത്ഥ സ്നേഹം പിടിച്ച് വാങ്ങിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ബ്ലാക്ക് മെയിലും കാര്യങ്ങളും കാണിക്കുമ്പോൾ അവരങ്ങ് തകർന്നു പോകും. ഇത് ഓരോ പെൺകുട്ടികൾക്കുമുള്ള ഓരോ പാഠമാണ്. ഓരോ ന്യൂസിലും ഓരോ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ പെൺകുട്ടികൾ എന്താ, അവർക്ക് സത്യം പറഞ്ഞല്ലോ, ആ പെൺകുട്ടികൾ ചിലപ്പോൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവരങ്ങനെ ഒരു ബ്ലാക്ക് മെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തൊരു ഇതായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കി ആ പെൺകുട്ടിയുടെ അവസ്ഥ. അപ്പോൾ പിന്നെ അവർ സൂയിസൈഡ് അല്ല എന്ത് നിർവാഹം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരനാറികളെ സത്യം പറഞ്ഞാൽ ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തന്നെയാ തീർച്ചയാക്കുണ്ട് വിശ്വസിക്കാൻ പറ്റിയത്. കൂടുതലും ഞാനൊരു ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയാം, എനിക്ക് വരുന്ന കമൻസും കാര്യങ്ങളും വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എത്രത്തോളം വൃത്തികെട്ട സാധനങ്ങളാണ് ഇതൊക്കെയെന്ന്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഓക്കെ. അപ്പോൾ പരനാറികളായ അങ്ങനെയുള്ളവന്മാരെ നിനക്കൊന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവാം. ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ റിപ്പോർട്ടുകളായി വന്നിരുന്നു. ഇപ്പോൾ ഈ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിനെതിരെ വളരെ ഗുരുതരമായ പരാതിയുമായി യുവതിയുടെ മാതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. കൊളച്ചേരി സ്വദേശി റഹീസിനെതിരെയാണ് പരാതി. വിവാഹ വാഗ്ദാനം നൽകി റസീനയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. പരാതിയുടെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. കേസിൽ നിരപരാധികളെ അറസ്റ്റ് ചെയ്തെന്നാരോപിച്ച് പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് SDPI മാർച്ച് നടത്തുന്നുമുണ്ട്. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരും. സുനിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകുന്ന പരാതി അത് മറ്റൊരു തരത്തിലും പോലീസ് പറയുന്നത് ഈ സദാചാര പോലീസിംഗ് നടന്നു എന്നുള്ളതുമാണ്. ഇപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ ആൺ സുഹൃത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഈ കുടുംബം പരാതിയായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സുനിൽ? ജിൽസി, കായലോട്ടെ റസീനയുടെ ആത്മഹത്യയിൽ മാതാവ് ഫാത്തിമ ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും നൽകിയ പരാതിയുടെ പകർപ്പാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ആ പരാതിയിൽ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ റസീനയുടെ മാതാവ് ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായത് ഒരു ട്രാപ്പിൽ പോയി തന്റെ മകൾ പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തന്റെ മകൾ ആത്മഹത്യയിലേക്ക് പോവേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് മാതാവ് പറയുന്നത്. അതായത് കൊളച്ചേരി മുക്ക് സ്വദേശിയായിട്ടുള്ള റഹീസ് എന്നൊരാളെയുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. അതായത് ഈ റസീനയും റസീനയുടെ ഭർത്താവും തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരച്ചേർച്ചയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം അറിയാവുന്ന റഹീസ് ഇത് മുതലെടുത്ത് വിവാഹ വാഗ്ദാനം നൽകി റസീനയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു, ചൂഷണം ചെയ്തു എന്നാണ് മാതാവിന്റെ പരാതി. അങ്ങനെ പീഡിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി തന്റെ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ആ ദൃശ്യങ്ങൾ കാണിച്ച് തന്റെ മകളെ നിരന്തരമായി റഹീസ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് മാതാവിന്റെ പരാതിയിൽ പറയുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഏതാണ്ട് 20 പവനിലധികം സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷത്തോളം രൂപയും റഹീസ് കൈക്കലാക്കിയിരുന്നു. ഇത് തിരികെ ചോദിച്ചപ്പോഴൊക്കെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ ഒരു മാനസിക പ്രയാസത്തിൽ നേരത്തെ ഒരിക്കൽ റസീന ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും മാതാവ് പറയുന്നു. അന്ന് റസീന ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് എന്താണ് കാരണമെന്ന് താൻ അന്വേഷിച്ചത്. ആ സമയത്താണ് താൻ ഇങ്ങനെ ഒരു ചതിയിൽ, ഒരു കുരുക്കിൽ പോയി പെട്ടിട്ടുണ്ട് എന്ന വിവരം തന്നോട് അന്ന് മകൾ വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, തൽക്കാലത്തേക്ക് ഈ ദൃശ്യങ്ങൾ അവൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നതുവരെ അവനുമായി പിണങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നും മാതാവിനോട് പറഞ്ഞതായി മാതാവിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാം, ആ വിഷയങ്ങൾ പരിഹരിക്കാം, ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് റസീനയെ കഴിഞ്ഞ ദിവസം കായലോട്ടേക്ക് അവിടെ പാലത്തിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തുകയും
കാറിനുള്ളിലിരുന്ന് ഇവർ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തത്. അതിനിടയിൽ ബന്ധുക്കളായ ചില ആളുകൾ ഈ സംഭവം അറിഞ്ഞിരുന്നു നേരത്തെ തന്നെ. അവരത് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനമോ ഉണ്ടായിട്ടില്ല എന്നാണ് മാതാവ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന 3 പേർ, അവർ 3 പേരും അടുത്ത ബന്ധുക്കളാണ്, കസിൻ ബ്രദേഴ്സാണ്. സ്വാഭാവികമായും അവർക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അവരക്കാര്യം ചോദിക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, മാന്യമായ രീതിയിലാണ് അത് ചോദിച്ചത്. അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം കൂടി ഫാത്തിമ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് റഹീസിലേക്ക് റഹീസ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണോ? റഹീസിനെ കുറിച്ച് പോലീസിന് വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ലേ? ഇന്നലെ വൈകുന്നേരം സിറ്റി പോലീസ് കമ്മീഷണറോട് സംസാരിക്കുമ്പോഴും റഹീസ് ഒളിവിലാണ്, അയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന വിവരമാണ് ആ പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. റഹീസിനെ കണ്ടെത്തേണ്ടതുണ്ട് സ്വാഭാവികമായും. കാരണം ഈ പരാതിയിൽ മാത്രമല്ല, നേരത്തെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സദാചാര ഗുണ്ടായിസം ആരോപിച്ചുകൊണ്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പരാതിയിലും മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ റഹീസാണ് മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് പറയേണ്ടത്. കാരണം മർദ്ദിച്ചു എന്നുള്ള കാര്യം റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നില്ല. സ്വാഭാവികമായും റഹീസിന്റെ മൊഴി എടുക്കേണ്ടതുണ്ട്. ഒപ്പമാണ് ഇത്തരം ഒരു ഗുരുതരമായ പരാതി, അതായത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്വർണവും പണവും തട്ടിയെടുക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള ഗുരുതരമായ ഒരു ആരോപണം, പരാതി മാതാവ് നൽകുന്നത്. സ്വാഭാവികമായും ഇതിൽ പോലീസിന് കേസെടുക്കേണ്ടി വരും, റഹീസിനെ കണ്ടെത്തേണ്ടി വരും. അതിനിടയിൽ ഒറ്റ കാര്യം കൂടി, അതായത് ഇതൊരു രാഷ്ട്രീയ വിവാദമായി കൂടി മാറുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് SDPI മറുഭാഗത്ത് CPM എന്ന നിലയ്ക്ക് വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. SDPIയുടെ സദാചാര ഗുണ്ടായിസമാണ് നടന്നതെന്ന് CPM ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഇതൊരു സാധാരണ ഒരു ഒത്തുതീർപ്പ് ചർച്ച എന്ന നിലയ്ക്ക് ബന്ധുക്കൾ നടത്തിയ ചർച്ചയാണ്. അതിനപ്പുറത്തേക്ക് SDPIയുടെ ഓഫീസ് ഉപയോഗിച്ചു എന്ന് മാത്രമാണ് SDPIയുടെ വാദം. നിരപരാധികളെയാണ് ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് SDPIയുടെ വാദം. അതനുസരിച്ചാണ് SDPI പ്രവർത്തകർ ഇന്ന് അത്തരമൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10:30ക്കാണ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മാർച്ച് തടയും എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 10:30ക്കത്തെ മാർച്ചിൽ നേരിയ സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യത കൂടി പോലീസ് തള്ളിക്കളയുന്നില്ല. അങ്ങനെ അതൊരു രാഷ്ട്രീയ വിവാദമായി അല്ലെങ്കിൽ ഒരു വലിയ 2 പാർട്ടികൾ തമ്മിലുള്ള വിവാദമായി ഒക്കെ ഇത് മാറുന്നുവെന്ന ഒരു കാഴ്ച കൂടി ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ട്. ജിൽസി. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്. കാലോട്ടെ റസീനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയമായ കാര്യങ്ങൾ കൂടി, രാഷ്ട്രീയം കൂടി ഒരു ഐഡിയ ഇല്ല. സംഭവം പറഞ്ഞ സത്യം പറഞ്ഞു, അത് ആരുടെ ഐഡിയ എന്ന് ഒരു ഐഡിയ ഇല്ല. സംഭവം പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ അവിടെ കുറേ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ അതും ഇതേപോലെ അവിഹിതം പിടിക്കാണ്ടും പല പ്രശ്നങ്ങൾക്കും ഒക്കെ നടന്നിട്ടുണ്ട്. സദാചാര പ്രശ്നങ്ങളും അവിടെ ഇതിനു മുന്നേ നടന്നിട്ടുണ്ട്. അതായത് ഇതിനു മുന്നേ അവിടെ ഇതേപോലെ നമ്മൾ ഗ്രാമമായുണ്ട് അല്പം മുൻപ് വ്യക്തമാക്കിയത്. എന്നാൽ കുടുംബം പറയുന്നത് ആൺ സുഹൃത്ത് മൂലമാണ് റസീന ആത്മഹത്യ ചെയ്തത് എന്നാണ് ആ പ്രതികരണം. അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ചേച്ചിയുടെ മക്കളാണ്. അവരെ നല്ലതിന് വേണ്ടി ചെയ്തത്. അപ്പം ഇവർ കുടുക്കിയിരിക്കുക. അതിലിപ്പം പറയുന്നത് അവരവിടെ ഇവരെ തടഞ്ഞു നിർത്തി രഹസ്യമായി അപമാനിച്ചു. അവരെ ആ മനോവിഷമത്തിലാണ് മകള് ആത്മഹത്യ ചെയ്തെന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആൾക്കാർക്ക് പലതും പറയാലോ, അതൊന്നുമല്ല സത്യം. ഇപ്പൊ അറസ്റ്റായിട്ടുള്ളവർ യഥാർത്ഥ പ്രതികളല്ലേ? അല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നും പോകാത്ത പിള്ളേരാ. മോളെ ഒരു വിഷമം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല. തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് ഒന്നും പറയില്ല, ഒരു കാര്യവും പറയാറില്ല. ചെക്കനുമായിട്ട് കൂട്ടുകെട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ. കുറച്ച് നാളായി. ഇപ്പോൾ നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട് എല്ലൊക്കെ. ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. ഈ മരിച്ച ആൾക്ക് ഇവനുമായിട്ട് 3 വർഷത്തെ ബന്ധമുണ്ട്. 3 വർഷത്തിൻ്റെ അടുത്ത് ബന്ധമുണ്ടെന്നാണ് എനിക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റിയത്. പിന്നെയാണെങ്കിൽ ഇതൊരു പ്രാവശ്യം വീട്ടിലൊക്കെ സീനായിട്ട് അവളെ ഹസ്ബൻഡ് ഒരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഒരു വാണിങ്ങിൽ നമ്മളിപ്പോൾ എന്തായാലും ഓക്കെ അവൾ റെഡിയായി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുമല്ലോ. നമ്മളെല്ലാവരും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ ജീവിക്കുന്നത്. ഞാനും കല്യാണം കഴിച്ചതാണ്, ഞാൻ അവളെ വിശ്വസിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർക്ക് ഈ പിള്ളേർക്ക്, അതായത് ഓളെ കസിൻ അടക്കം ഉണ്ട് ഇതിൽ, ഒരു ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു അറിവ് കിട്ടുന്നത്. കണ്ടതാണ്, ആരോ കണ്ടിട്ട് ഇവനോട് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇവർ വാച്ച് ചെയ്തിട്ട് ഇവരെ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക്കുള്ള സ്ഥലത്ത് നിന്ന് കാറിൽ പുറത്ത് നിന്നിട്ട് വർത്താനം പറയുന്നത് ഒന്നുമല്ല.
ഈ അച്ചങ്കര പള്ളി എന്ന് പറയുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് റോഡ് സൈഡിലുള്ള ഒരു പള്ളിയാണ്. അത് കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലമാണ്. അതിന്റെ സൈഡിൽ നിന്നാണ് ഇവരെ പിടിക്കുന്നത്. അതിന്റെ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഇവരെ പൊക്കുന്നത്. അല്ലാണ്ട് കാറിന്റെ പുറത്തിരുന്ന് 2 ഫ്രണ്ട്സുകൾ സംസാരിക്കുന്നൊന്നല്ല. ബ്രോ പറഞ്ഞു ശരിയാണ്, ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ലീഗൽ എന്ന് പറയുന്നുണ്ട് ആൾക്കാർ. എനിക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണ്. കാരണം എൻ്റെ വൈഫ് എന്നോട് പറയാതെ, അല്ലെങ്കിൽ എൻ്റെ സമ്മതം ഇല്ലാതെ, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല അവര്. കാരണം അങ്ങനത്തെ ഒരു ബന്ധമാണത്. ഓൾറെഡി ഇത് മുന്നേ പിടിച്ചതാണ്. അവളെ വീട്ടിലെല്ലാം പിടിച്ച സീനാണ് ഇത്. അങ്ങനത്തെ ഒരാളെപ്പുറം നിൽക്കുമ്പോൾ ആർക്കായാലും അത് ഇളകും. ആ ഒരു സംഭവമാണ് ഉണ്ടായതെന്ന്. അവളെ കസിന് കൂടെ ഉള്ളതുകൊണ്ടാണ് ഇവർ പോയി ചോദിക്കുന്നത്. നാട്ടുകാർ എന്നുള്ള ഇതുപോലും എടുത്തിട്ടില്ല അവര് കസിന് കൂടെ ഉണ്ട്, അവന്റെ ഫ്രണ്ട്സാണ് ഇത്, നമ്മളൊക്കെ അവന്റെ ഫ്രണ്ട്സാണ്. അങ്ങനെയാണ് നമ്മൾ പോയി സംസാരിക്കുന്നത്. നമ്മളെന്നല്ല, എൻ്റെ ഫ്രണ്ട്സ് പോയി സംസാരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് അപ്പൊ എന്ത് ചെയ്ത് അവളെ കസിന്റെ കൂടെ വീട്ടിലേക്ക് വിട്ട് ഇവനെ മാത്രം കുറെ ചോദ്യങ്ങൾ ചെയ്ത് ഇവനിക്കൊരു വാണിംഗ് കൊടുക്കാന്നുള്ള രീതിയിൽ. അതായത് ഓക്കൊരു വാണിംഗ് കൊടുത്തിട്ട് റെഡി ആയില്ല, ഇനി ഇവനിക്കൊരു വാണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആവുന്നുള്ളതിൽ ഒരാൾ വരാൻ കാത്തുന്നതാണ് സംഭവം. അതായത് നമ്മളെ നാട്ടിലെ മെയിൻ ഒരാൾ വരാൻ വേണ്ടി കാത്തുന്നതാണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതാണ് ഇവർ ഇപ്പോൾ ഈ വാർത്തകളെല്ലാം പറയുന്നത് 5 മണിക്കൂർ എന്നൊക്കെ. അത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അറിയണ്ടെന്ന് വെച്ചിട്ടാണ് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയത്. കാരണം പാർട്ടി ഓഫീസിൽ അങ്ങനെ പുറത്തുള്ള ആരും വരൂലല്ലോ. നാട്ടുകാർ നമുക്ക് ആക്സെപ്റ്റ്, നാട്ടുകാർക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറാന്നുള്ള ഒരു ഇതില്ലല്ലോ. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം വരുന്നതുകൊണ്ടാണ് അവർ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയത്. അത് STPന്റെ പാർട്ടി ഓഫീസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലീഗിന്റെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയറുന്ന പാർട്ടി ഓഫീസ്. STPന്റെ പാർട്ടി ഓഫീസ് അങ്ങനെ ആരും കയറാത്ത പാർട്ടി ഓഫീസാണ്. അതുകൊണ്ടാണ് STPന്റെ പാർട്ടി ഓഫീസ് കൊണ്ടുപോയത്. പിന്നെ ഇത് നടക്കുമ്പോൾ അതിൽ STPക്കാരുണ്ട്, ലീഗിന്റെ നേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. CPM ഇല്ല. കാരണം അവിടെ CPMന് വേരില്ലാത്ത നാടാണ്, BJPക്കും വേരില്ലാത്ത നാടാണ്. മുസ്ലിംസ് കൂടുതലുള്ളതാണ്. CPMമാരും ഉണ്ട് കേട്ടോ, ഫാമിലീസ് ഒക്കെ ഉണ്ട് CPM. പക്ഷെ ഈ യൂത്തിൽ SDP ലീഗാണ്, കോൺഗ്രസ് ആണുള്ളത് അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവളെ ഫാദറും ബ്രദറും വന്നിട്ട് സംസാരിച്ച് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇവർ വിടുന്നതാണ്. അങ്ങനെ അത് വിട്ട് അത് കഴിഞ്ഞ് അവിടെ തീർന്നതാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? അവിടെ കഴിഞ്ഞത് രണ്ടാക്കും വാണിംഗ് കൊടുത്ത് വിട്ട്. പിന്നെ ഇവള് പേരെഴുതിയിട്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അത് ആരുടെ ഐഡിയ ആണെന്ന് ഒരു ഐഡിയ ഇല്ല. സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ അവിടെ കുറേ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ അതും ഇതേപോലെ അവിഹിതം പിടിക്കാണ്ടും പല പ്രശ്നങ്ങൾക്കും ഒക്കെ നടന്നിട്ടുണ്ട്. സദാചാര പ്രശ്നങ്ങളും അവിടെ ഇതിനു മുന്നേ നടന്നിട്ടുണ്ട്. അതായത് ഇതിനു മുന്നേ അവിടെ ഇതേപോലെ നമ്മൾ ഗ്രാമമായുണ്ട്, കുറേ ആൾക്കാരുണ്ട്, കുറേ കോഴികളുണ്ട്.